നിന്റെ ഒരു ഉറപ്പിലാട്ടെ ഞാൻ ഈ പണിക്ക് വരുന്നുണ്ട്. എനിക്കൊരു കുഴപ്പമുണ്ടാവില്ലല്ലോ. എനിക്കും ഒരു കുഴപ്പമുണ്ടാവില്ല. നീ ആയിട്ട് കുഴപ്പമുണ്ടാക്കാണ്ടെന്നാ മതി. പിന്നെ നിനക്ക് ജീവിതകാലം വയനോട് നിൽക്കാൻ പറ്റുമെന്ന് മുതലാളി ചോദിച്ചു. ജീവിതകാലം എനിക്ക് പറ്റില്ല. എനിക്ക് അടുത്ത മാസം ഗൾഫിൽ പോകേണ്ടതാ. നീ പൊക്കോ, അതുവരെ നിനക്ക് ഇവിടെ നിന്നൂടെ? നിനക്ക് വണ്ടിയുടെ എക്സ്പീരിയൻസ് വേണേ? വണ്ടി ഓടിക്കുന്നതിന്റെ അത് വേണം. ടച്ച് മൊത്തം പോയി എടുക്കാം. ക്ലച്ച് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ആക്സിലേറ്റ് ചെയ്ത് എന്നൊരു പെടുത്തില്ല ഇപ്പൊ. നിനക്ക് വണ്ടി ഓടിക്കാറിയില്ലേ? നോക്കാം. വാ, ഇതാണ് ആ പേടകം. കണ്ടാ? ഇതാ ഈ സാധന. ഇതൊക്കെ പുഷ്പം പോലെ ഓടിക്കില്ലേ ഞാൻ. നിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് രാവിലെ മുതലാളി തന്നെ ഇവിടെ തട്ട, വൈകിട്ട് വീട്ടിൽ തട്ട. ചില മാസങ്ങളില് പുള്ളി മലേഷ്യ സിംഗപ്പൂര് പോകും. അപ്പൊ ഞാൻ അവിടെ തരണ? അവിടെ നീ തട്ടണ്ട, അവിടെ പൈലറ്റ് തട്ടുള്ളൂ. ഹലോ, ഞാൻ തമാശ തിരിച്ചു വിട്ടാ. ഓക്കെ, കൊള്ളാം. എന്തുവാടെ ഇതിന് പുളിയും കാര്യമൊന്നുമില്ലേ? എന്തുവാ അത് ലോഹയുടെ പേടകം? അടി നോക്കട്ടെ. അടി കാണാൻ പറ്റില്ല, കുഴപ്പമില്ല. ഇയാളെന്തേ കാണിക്കണേ? ഡോറ് പൊളിച്ചെടുക്കൂ ജേമി. എന്നെ പേര് പൊളിച്ചല്ലേ? അതെന്റെ പേര്. ഇതിനു മുമ്പ് എവിടെയൊക്കെ നിന്നുണ്ട് സാറേ? ഒരു സെക്കൻഡ്. നമ്മുടെ തൃശ്ശൂരുള്ള എല്ലാ മുതലാളിമാരെയും കൂടി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ അവിടുന്ന് പോന്നെ? അവർക്ക് എന്നെ മടുത്തപ്പോ അല്ല സോറി, എനിക്ക് അവരെ മടുത്തപ്പോ ഞാൻ അവിടുന്ന് വിട്ടു പോന്നു. കുറച്ച് കഴിയുമ്പോ ഇവിടെയും മടുക്കോ? അയ്യേ, ഞാനിവിടെ ലൈഫ് ടൈം വരെ നിൽക്കാൻ വന്നല്ലേ സാറേ. ഈ പ്രീതി മെഡിക്കൽസ് പറപ്പൂര് അവര് ക്യാഷ് ഇല്ല, അവര് ജിപേ ചെയ്യാന്ന് പറഞ്ഞേ. അവന്റെ ഒരു ജിപേ അവ ഒരിക്കലും ജിപേ ചെയ്യില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് പറപ്പൂർക്ക് വിടാം. സാറേ, നമുക്ക് ആകെ 750 രൂപ കിട്ടാനുള്ളൂ. അതിന് ഈ കാർ ഓടിച്ചിട്ട് അവിടെ വരെ പോണാ? അതെ, നമ്മൾ അവന്റെ വീട്ടിൽ പോയിട്ട് ക്യാഷ് മേടിക്കുന്ന ആൾക്കാരാണെന്ന് അവര് മനസ്സിലാക്കണം. നമ്മള് മൊണ്ണകളല്ല, ബിസിനസ്സുകാരാ. അതറിയോ നിനക്ക്? നീ ഐശ്വര്യ ചായ പിടിച്ചാടാ. ഇപ്പൊ തന്നെ ഓടിക്കുന്ന പോലെയാളി. എന്താ നിനക്ക് പേടിണ്ടാ? ഐ ഹാവ് എക്സ്പീരിയൻസ്. എന്നാ പിടിച്ചോ. എന്താണ് നോക്കി നിക്കണേ? താനും കേറ്. ഞാനില്ല, ഞാൻ ബൈക്കിൽ വരാം. താൻ കേറടോ. ഇല്ല സാർ പൊക്കോ, ഞാൻ വരാം. താൻ വന്നില്ലെങ്കിൽ തന്റെ ഇന്നത്തെ ശമ്പളം ഞാൻ കട്ട് ചെയ്യൂണ്ടാ. എന്നാ കയറാം.